സിംഗിൾ ചൈൽഡുള്ള പേരൻസിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര മക്കൾ വേണമെന്നുള്ളത് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആസ് എ കപ്പിൾ ഹസ്ബൻഡിനും വൈഫും കൂടെ ഒരുമിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കണം. അല്ലാതെ അത് മറ്റൊരു സ്ട്രെസ് ഫാക്ടറും കാരണമാവരുത്. കുട്ടികള് ഇപ്പൊ സൂര്യന്റെ അടുത്ത് ഈ കഥ പറഞ്ഞു, എനിക്ക് എത്ര ഹാപ്പി, എന്താ പറയണ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ഒറ്റക്കുട്ടിയാണ്. ഞാൻ അവളുടെ സന്തോഷം കാണുമ്പോ ഇങ്ങനെ ശരിക്കും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സെയിം ഏജാ. ഷി ഡസന്റ് ഹാവ് എ പ്രോബ്ലം. അങ്ങനെ എത്രയോ പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രോബ്ലം ഇല്ല, കാണുന്ന ആളുകൾക്കൊക്കെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്റെ അടുത്ത് പറയും, നിനക്ക് ഷെയർ ഒന്നും ചെയ്യണ്ടല്ലോ, നിനക്ക് വേറെ ആരും ഇല്ലല്ലോ. അല്ലെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് നോ പറയുമ്പോ അവര് പറയും, ഈ ഒറ്റക്കുട്ടിയായി വളർന്നതിന്റെ പ്രശ്നമാണിത്. അങ്ങനെ ഞാൻ കുറെ എന്റെ റിലേറ്റീവ്സിന് ഭയങ്കര സബ്ജക്റ്റീവാ. അത് ആക്ച്വലി ഇത് ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ഓരോ ഫാമിലിയുടെയും സറൗണ്ടിങ്സ്, അതായത് ആ പേരന്റിങ് മാനേജ് ചെയ്യുന്ന പേരൻസ്, അവരായിരിക്കുന്ന സമൂഹം, അവരുള്ള ഇപ്പൊ നമ്മുടെ മാനേജിങ് പാരന്റ്സിനെ കൂടാതെ അച്ഛമ്മ, മറ്റേ കുറെ ആൾക്കാർ വരുമല്ലോ, വല്യമ്മ, ചെറിയമ്മ, അങ്ങനെയുള്ള എത്രത്തോളം ഇൻപുട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ വെച്ചിട്ട് നമുക്കിത് പറയാൻ പറ്റില്ല. ജനറലി നമ്മൾ പറയുന്ന കാര്യമല്ല. പിന്നെ കുട്ടികൾക്ക് എന്താ വേണ്ട, സോഷ്യൽ ഇന്ററാക്ഷൻ നിർബന്ധമായിട്ടും വേണം. അതിന് ഒറ്റക്കുട്ടി, എനിക്ക് ഒരു കുട്ടിയെ മതിയും തീരുമാനിക്കുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യാതിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഹോം സ്കൂളിംഗ് ചെയ്താണെങ്കിലും ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ആ സെയിം ഏജിലുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരിടം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, മൈൻഡ്ഫുള്ളി ഉണ്ടാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒറ്റക്കുട്ടിയാണെങ്കിലും പാർക്കിൽ കൊണ്ടുപോവുക, ബീച്ചിൽ കൊണ്ടുപോവുക, പ്ലേ ഏരിയാസിൽ കൊണ്ടുപോവുക, ഇങ്ങനെ സംസാരിക്കുന്ന ഏരിയാസിൽ കൊണ്ടുപോവുക, ലൈബ്രറിയിൽ കൊണ്ടുപോവുക, അങ്ങനെ ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആ കുട്ടിയോട് ഒരു തെറ്റും ചെയ്യുന്നില്ല. ഇനി സ്കൂളിൽ പോകുന്ന നമ്മുടെ സിബ്ലിങ്സ് ആണോ, അല്ല സിബ്ലിങ്സ് അല്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മള് ആയിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെ പിന്നെ എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് ബിസിയായി പോകുമ്പോൾ പിന്നെ അവസാനം താങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഈ എൽഡർലി കുട്ടികളുടെ തലയിൽ വെക്കുന്ന ഒരു ഭാരമായിട്ടാണ് എനിക്കത് മോസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും. ഇപ്പൊ പറഞ്ഞ പോലെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കാം, ഞാൻ കാണുന്ന ക്ലയൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.